ഇന്ത്യയിൽ വെറും 5% പോപ്പുലേഷനിൽ പെടുന്ന ആളുകളാണ് ഗുജറാത്തീസും മാർവാഡീസും. പക്ഷേ 50% ഓഫ് വെൽത്ത് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നവരും ഇവർ തന്നെയാണ്. ഏത് 5 ബിസിനസ്മാൻ എടുത്താലും ഇതിൽ 3 പേര് ഗുജറാത്തിയോ മാർവാഡിയോ ആയിരിക്കും. ഇവർ ഇൻ്റർനാഷണലിയും വളരെ സക്സസ്ഫുൾ ആയ ആളുകളാണ്. അമേരിക്കയിലുള്ള പട്ടേൽസ് അപ്രോക്സിമേറ്റ്ലി 1% പോപ്പുലേഷനിൽ ഇൻക്ലൂഡ് ആയവരാണെങ്കിലും അമേരിക്കയിലുള്ള പല ഹോട്ടൽസിൻ്റെ ഓണർഷിപ്സ് ഇവരുടെ കയ്യിലാണ്. ഇതിലേറ്റവും ഹൈലൈറ്റ് ആവുന്ന കാര്യം ഇവർ കമ്മ്യൂണിക്കേഷൻ ഓർ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ അത്രയ്ക്ക് എക്സ്പേർട്ടൊന്നും ആയിരിക്കില്ല. ബട്ട് എന്നാലും വളരെ സക്സസ്ഫുള്ളായി മാറാൻ കഴിയുന്ന ആളുകളാണ്. സോ എന്തായിരിക്കും ഇവരുടെ സീക്രട്സ്? ഇതിൻ്റെ ആൻസർ ബിസിനസ് എന്നാണ്. ബിക്കോസ് ബിസിനസ് വിട്ട് വേറെ കളിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഗുജറാത്തീസ് ആൻഡ് മാർവാഡീസ്. ബാക്കിയുള്ളവർ ബിസിനസ് ശരിയാവുന്നില്ല, സോ റെഗുലർ ജോബിന് പോവാം എന്ന് തീരുമാനിക്കുന്ന സ്ഥാനത്ത് ഇവർ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡിസിഷൻ എടുക്കുക. ദേ ബിലീവ് ഇൻ ബിസിനസ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ടോപ്പിക് ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാൻ മോഹിൻഷ് പാബ്രായ് എഴുതിയ ബുക്ക് ദാണ്ടോ ഇൻവെസ്റ്ററാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക്. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പട്ടേൽസ് അമേരിക്കയിൽ 50% മോട്ടൽ ബിസിനസ് ചെയ്യുന്നവരാണ്. പക്ഷേ ഇത് പണ്ട് മുതൽ ഇങ്ങനെ ആയിരുന്നില്ല. 1972 മുമ്പ് പട്ടേൽസ് ഉഗാണ്ടയിലായിരുന്നു ബിസിനസ് നടത്തിയിരുന്നത്. പക്ഷേ വിയറ്റ്നാം വാർ നടന്ന കാരണം അവർക്ക് അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യേണ്ടി വന്നു. സോ അങ്ങനെയാണ് ഇവർ അമേരിക്കയിലേക്ക് എത്തുന്നത്. ബട്ട് അവിടെ എത്തിയ ശേഷം സെറ്റിൽ ആവാനുള്ള സർവൈവൽ സ്റ്റേജിൽ പല ഓപ്ഷൻസും ഇവർ എക്സ്പ്ലോർ ചെയ്തു. ലാംഗ്വേജിൽ വീക്ക് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ വൈറ്റ് കോളർ ജോബ്സിലേക്ക് കയറാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബിസിനസ് സ്ട്രീംസ് മോസ്റ്റ്ലി ടേക്ക് ഓവർ ചെയ്തതായിരുന്നു. ലൈക്ക് കൊറിയൻസ് ഗ്രോസറി ബിസിനസ്സിലുണ്ടായിരുന്നു, ചൈനീസ് ലോണ്ടറി ബിസിനസ്സിൽ, സിഖ്സ് ആൻഡ് പാകിസ്ഥാനീസ് ക്യാബ്സ് ആൻഡ് ട്രക്ക് ഡ്രൈവേഴ്സ് ആയിരുന്നു. പക്ഷേ വാർ കാരണം ഹോട്ടൽ ബിസിനസ് എന്ന് പറയുന്നത് വളരെ ഡൗൺ ആയിരുന്നു. ആ ഒരു സിറ്റുവേഷൻ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പട്ടേൽസ് തീരുമാനിച്ചു. ബിക്കോസ് ആ സമയത്ത് ഹോട്ടൽസ് വളരെ ഈസി ആൻഡ് അഫോർഡബിളായി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സമയമായിരുന്നു. റിസ്ക് ഉള്ള ഡിസിഷൻ ആണെങ്കിലും ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടാണ് അവർ ആ തീരുമാനം എടുത്തത്. ഒരു ബിസിനസ് ആയാലും സ്റ്റോക്സ് ആയാലും ഹൈ റിട്ടേൺ വേണമെങ്കിൽ ഹൈ റിസ്ക് എടുക്കാൻ റെഡി ആയിരിക്കണം എന്ന് കേട്ടിട്ടില്ലേ? പക്ഷേ ഈ ബുക്ക് ദാന്തോ ഇൻവെസ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വേറെ തരത്തിലാണ്. അതായത് ഹൈ റിട്ടേൺ വേണം, പക്ഷേ റിസ്ക് ലോ ആയിരിക്കണം എന്നാണ്. ഈ കോൺസെപ്റ്റാണ് പട്ടേൽസ് മോട്ടൽസ് വാങ്ങുന്ന സമയത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. മോട്ടൽസ് വളരെ അഫോർഡബിളായി അവർക്ക് വാങ്ങാൻ പറ്റി. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൽ വളരെ ലോ റിസ്ക് ആയിരുന്നു. ഏകദേശം $5000 ഡൗൺ പേയ്മെൻറ്റിൽ 20 റൂംസ് ഉള്ള മോട്ടൽസ് അവർക്ക് വാങ്ങാൻ പറ്റി. അവർ ആദ്യം ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന വർക്കേഴ്സിനെല്ലാം പിരിച്ചുവിട്ടു. എന്നിട്ട് ഫാമിലിയിലുള്ള എല്ലാവരും കൂടിയാണ് മോട്ടൽ ബിസിനസ്സിൻ്റെ A to Z റൺ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ചെയ്തപ്പോൾ ഹോൾ ഫാമിലിക്കുള്ള അക്കമഡേഷൻ സെറ്റായി, വർക്കേഴ്സിൻ്റെ സാലറി എക്സ്പെൻസ് കട്ടായി. പിന്നെ വരുന്നത് ബാക്കിയുള്ള ചെറിയ മെയിൻ്റനൻസ് പണികളായിരുന്നു. അതും അവർ തന്നെ മാനേജ് ചെയ്യാൻ പഠിച്ചു. അങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ ഫസ്റ്റ് ചെയ്തത് ലോ പ്രൈസിൽ റൂംസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ മറ്റു കോമ്പറ്റീറ്റേഴ്സിന് ഈ ലോ പ്രൈസ് വളരെ ചലഞ്ചിങ് ആയ കാര്യം തന്നെയായിരുന്നു. സോ ഇങ്ങനെയാണ് ഒരു ലോസ് ഗോയിങ് ബിസിനസ്സിനെ അവർ ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ് ആക്കി മാറ്റിയത്. അങ്ങനെ ഫസ്റ്റ് ഫേസിൽ ബിസിനസ് റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ശേഷം പല ഹൈ ക്ലാസ് മോട്ടൽസും ഇവർ സ്വന്തമാക്കി. ആൻഡ് അതിൻ്റെ കാരണം തന്നെയാണ് ഇന്ന് അമേരിക്കയിലുള്ള 50% ഹോട്ടൽ ബിസിനസ്സും ഇവർ ഓൺ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് ദാന്തോ ഫ്രെയിം വർക്സിൻ്റെ റൂൾസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. റൂൾ 1: ഇൻവെസ്റ്റ് ഇൻ സിമ്പിൾ ബിസിനസ്. മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ബൂമിംഗ് ബിസിനസ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആദ്യം അതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോയിൻ്റെ ഡിഫറൻസ് എത്രയാണ് എന്ന് അസസ് ചെയ്യണം. അതാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഇൻട്രൻസിക് വാല്യൂ. ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ ഏറ്റവും ഈസി ആവുന്നത് നിങ്ങളൊരു സിമ്പിൾ ബിസിനസ് ചെയ്യുമ്പോഴാണ്. സോ അതുകൊണ്ട് തന്നെയാണ് പട്ടേൽസ് മോട്ടൽ ബിസിനസ് പോലെയുള്ള സിമ്പിൾ സ്ട്രീം ചൂസ് ചെയ്തത്. ഈ ബിസിനസ്സിൻ്റെ സൈക്കോളജി, റവന്യൂ, സെയിൽസ് ഇതെല്ലാം വളരെ ഈസി ആൻഡ് സിമ്പിളായി തന്നെ മനസ്സിലാക്കാൻ പറ്റും. സോ ആ ഒരു സിമ്പിൾ ബിസിനസ്സിന് സെയിൽസ് ഹിസ്റ്ററി നന്നായി സ്റ്റഡി ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പട്ടേൽസിന് അതിൻ്റെ ഇൻട്രൻസിക് വാല്യൂവും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. സിമ്പിൾ ബിസിനസ് വളരെ പവർഫുള്ളാണ്. ബിക്കോസ് എന്താണോ സിമ്പിൾ അത് മനസ്സിലാക്കാൻ ഈസിയാണ്. മനസ്സിലായാൽ അതിൽ എക്സ്പേർട്ട് ആവാനും ഈസിയാണ്.
സോ എക്സ്പേർട്ട് ആയാൽ അത് ലീഡ് ചെയ്യാനും ഈസിയാണ്. സോ ഇത് തന്നെയായിരുന്നു പട്ടേൽസിൻ്റെ ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും. ഇൻ്റലിജൻസിൻ്റെ 5 ലെവൽസ് ഉണ്ടെന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത്. സ്മാർട്ട്, ഇൻ്റലിജൻറ്റ്, ബ്രില്യൻറ്റ്, ജീനിയസ് ആൻഡ് സിമ്പിൾ. ഇതിൽ സിംപ്ലിസിറ്റിയാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ഇൻ്റലിജൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ആ ഒരു സിംപ്ലിസിറ്റി തന്നെയാണ് ഈ ദാന്തോ ഫ്രെയിം വർക്ക്സിൽ ഉള്ളതും. അത് കാരണം തന്നെയാണ് ഗുജറാത്തീസ് ആൻഡ് മാർവാഡീസ് ഇത്രയ്ക്ക് പവർഫുൾ ആയതും. ഈ ടൈപ്പ് ഓഫ് സിമ്പിൾ ബിസിനസ് ലോങ് ടേം വരെ സർവൈവ് ചെയ്യുന്നതും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ ബുക്കിൻ്റെ ഓഥർ പറയുന്നത് ഈ ടൈപ്പ് ഓഫ് സിമ്പിൾ ബിസിനസ് ലോങ് ടേം വരെ സർവൈവ് ചെയ്യുന്നതും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ ബുക്കിൻ്റെ ഓഥർ പറയുന്നത് നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഫണ്ടമെൻ്റലി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം എന്നാണ്. റൂൾ 2: ഇൻവെസ്റ്റ് ഇൻ ബിസിനസ് വിത്ത് ഡ്യൂറബിൾ മോഡ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ പ്രകാശ് ഏട്ടൻ്റെ ബാർബർ ഷോപ്പ് മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്മളെല്ലാവരും മോസ്റ്റ്ലി അവിടെ നിന്നാവും മുടി വെട്ടുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ അവിടെ വേറെ ഒരു സലൂൺ രാജു ചേട്ടൻ തുടങ്ങിയാൽ പ്രകാശ് ചേട്ടന് തൻ്റെ ബിസിനസ് സേഫ് ആക്കാൻ വേണ്ടി കുറച്ച് ഡ്യൂറബിൾ മോഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. ലൈക്ക് ഇടയ്ക്കൊക്കെ റേറ്റ് കുറവാക്കുന്നത്, കസ്റ്റമേഴ്സിൻ്റെ കൂടെ ഫ്രണ്ട്ലി ആയി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആവശ്യം വരുമ്പോൾ ഷോപ്പ് വേഗം തുറക്കുന്നത്. സോ ഇങ്ങനെയുള്ള മോഡ്സ് പ്രകാശ് ചേട്ടൻ ബിൽഡ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് രാജുവേട്ടൻ്റെ സലൂണിലേക്ക് പോകുന്നതിന് മുമ്പേ 1000 വട്ടം ആലോചിക്കും. അതാണ് ബിസിനസ്സിൽ ഈ മോഡ്സിൻ്റെ ഇമ്പോർട്ടൻസ്. പക്ഷേ ഒരു മോഡ്സും പെർമനൻ്റ് അല്ല. ഈവൻ വലിയ കമ്പനീസ് ലൈക്ക് ഈബേ, ടൊയോട്ട, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ അങ്ങനെ എല്ലാം ടെമ്പററി മോഡ്സിൽ തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. റൂൾ 3: ഫിക്സേറ്റ് ഓൺ ആർബിട്രേജ്. ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ചെറിയ എമൗണ്ടിൽ വാങ്ങി വലിയ എമൗണ്ടിൽ സെൽ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇത് പല ടൈപ്സിലും ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ 4 മെയിൻ ടൈപ്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ആർബിട്രേജ് ഓഫ് ടൈം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇന്ന് 5 ലക്ഷം രൂപ മൂല്യമുള്ള ഗോൾഡ് ബിസ്ക്കറ്റ്സ് വാങ്ങി. അത് നിങ്ങളൊരു 5 ഇയേഴ്സ് പീരീഡ് കഴിഞ്ഞാണ് സെൽ ചെയ്യുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് തിക് പ്രോഫിറ്റ്, അല്ലേ? ബിക്കോസ് ടൈം അനുസരിച്ച് ഗോൾഡ് പ്രൈസും ഇൻക്രീസ് ആവും. സോ ടൈമിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ആർബിട്രേജ് ഓഫ് ടൈം എന്ന് പറയുന്നത്. 2. ആർബിട്രേജ് ഓഫ് പ്ലേസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ രാജസ്ഥാനിൽ നിന്ന് ഡിസൈനർ ബാംഗിൾസ് വാങ്ങി എന്നിട്ട് മുംബൈയിൽ പോയി സെല്ല് ചെയ്തു. അതിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോൾ അതിനെയാണ് ആർബിട്രേജ് ഓഫ് പ്ലേസ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് തന്നെയാണ് പല ട്രേഡേഴ്സും അവരുടെ പ്രൊഡക്ട്സ് സെൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ലൈക്ക് പഞ്ചാബിൽ നിന്ന് മെഷീനറീസ് വാങ്ങും, ഡിസൈനർ സാരീസ് ഗുജറാത്തിൽ നിന്ന് വാങ്ങും, ആസാമിൽ നിന്ന് ടീ, കോഫി അങ്ങനെ പലതും വാങ്ങി മറ്റു പല സ്റ്റേറ്റ്സിലും സെൽ ചെയ്ത് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. 3. ആർബിട്രേജ് ഓഫ് വാല്യൂ. സോ ഇവിടെ കാര്യം വരുന്നത് വാല്യൂസിൻ്റെ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ ഡെക്കറേഷൻ പ്രൊജക്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അതിന് നിങ്ങൾക്ക് വന്ന എക്സ്പെൻസ് അറൗണ്ട് 5000 ആണ്. നിങ്ങളത് ഡെക്കറേറ്റ് ചെയ്ത് അതിന് നിങ്ങളുടേതായി സ്റ്റൈൽസ് ആൻഡ് വാല്യൂസ് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ആ സർവീസിന് ചാർജ് ചെയ്ത് 8000 രൂപയാണെന്ന് കരുതുക. സോ ഈ മെത്തേഡിനെയാണ് ആർബിട്രേജ് ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. ഇത് മിക്ക സ്ഥലത്തും നടക്കുന്ന ഒന്നാണ്. മെക്കാനിക് ചാർജ് ചെയ്യുന്നത്, കിച്ചണിൽ റിപ്പയറിംഗ് വർക്ക്സ് വരുമ്പോൾ, കൺസ്ട്രക്ഷൻസ് വർക്ക് വരുമ്പോൾ അവിടെയെല്ലാം ഈ ഒരു വാല്യൂ സർവീസാണ് അവർ യൂസ് ചെയ്യുന്നത്. 4. ദാന്തോ ആർബിട്രേജ്. ഈ മെത്തേഡ് അനുസരിച്ച് ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ നോർമൽ പ്രൈസിൽ നിന്ന് എപ്പോഴാണോ താഴേക്ക് വരുന്നത് അപ്പോൾ മാത്രം ആ പ്രൊഡക്റ്റ് വാങ്ങണമെന്നാണ്. സോ ദാറ്റ് കുറച്ച് കഴിഞ്ഞ് അതേ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ദാന്തോ ഫ്രെയിം വർക്ക് ഫോളോ ചെയ്യുന്നത് സിമ്പിൾ ഫിലോസഫിയാണ്. ഹെഡ്സ് വന്നാൽ ഐ വിൻ, ടെയിൽസ് വന്നാൽ ഐ ഡോണ്ട് ലൂസ് മച്ച്. റൂൾ 4: ഇൻവെസ്റ്റ് ഇൻ കോപ്പി കാറ്റ്സ് റാദർ ദാൻ ഇന്നോവേറ്റേഴ്സ്. മക്ഡൊണാൾഡ്സിൻ്റെ സ്റ്റോറി നിങ്ങൾക്കറിയാമോ? ഈ ബ്രാൻഡ് തുടങ്ങിയത് വളരെ ചെറിയ രീതിയിൽ മക്ഡൊണാൾഡ് ബ്രദേഴ്സ് ആയിരുന്നു. അവരുടെ നാട്ടിൽ, അതായത് സാൻ ബെർണാർഡിയോയിൽ, ഈ ബ്രദേഴ്സിൻ്റെ ഹാംബർഗർ വളരെ ഫേമസ് ആവാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും അധികമായി ബിസിനസ് ഗ്രോത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് 1954 റേ ക്രോക്ക് ഈ ബിസിനസ് അക്വയർ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹം ഇതിൽ പല ചെറിയ ചെറിയ ചേഞ്ചസും വരുത്താൻ തുടങ്ങി. അങ്ങനെ ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്തു. സോ ഇതിൽ ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത് ബ്രദേഴ്സ് തന്നെയാണ്. പക്ഷേ ബിസിനസ് ഗ്രോ ചെയ്തത് റേ ആയിരുന്നു. സോ ഇതേപോലെ തന്നെയാണ് പട്ടേൽസും ചെയ്തത്. അതായത് ആദ്യം വന്ന പട്ടേൽസ് മോട്ടൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു.
അത് മെല്ലെ ഗ്രോ ആയപ്പോൾ അതിനുശേഷം US വന്ന പട്ടേൽസ് അതേ ബിസിനസ് തന്നെ കോപ്പി ചെയ്ത് ഇൻഡിവിജ്വൽ ബിസിനസ് റൺ ചെയ്യാൻ തുടങ്ങി. റൂൾ 5, ഇൻവെസ്റ്റ് ഇൻ ലോ റിസ്ക് ഹൈ അൺസർട്ടനിറ്റി ബിസിനസ്. പട്ടേൽ ആയാലും മണിലാൽ ആയാലും മിത്തൽ ആയാലും ഇവർ എല്ലാവരും ലോ റിസ്ക് ബിസിനസ്സാണ് ഇൻവെസ്റ്റ് ചെയ്യാറ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് കുറഞ്ഞുള്ള ബിസിനസ്. സോഷ്യൽ മീഡിയ ബിസിനസ് ലൈക്ക് ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ ഇതിലെല്ലാം റേറ്റ് ഓഫ് ചേഞ്ച് ഹൈ ആണ്. അതായത് ട്രെൻഡ് ഉള്ളപ്പോൾ ഹൈ പ്രോഫിറ്റും ട്രെൻഡ് ഡിക്ലൈൻ ആവുമ്പോൾ ലോ പ്രൈസും. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ്. ബട്ട് അതേസമയം കൺസ്യൂമർ ബേസ്ഡ് പ്രൊഡക്റ്റ് കമ്പനീസ് ലൈക്ക് കൊക്കക്കോള, ഡാബർ, റിലാക്സോ ഇതിൻ്റെ എല്ലാം റേറ്റ് ഓഫ് ചേഞ്ച് വളരെ സ്ലോ ആണ്. സോ റിസ്ക്കും വളരെ ലോ ആയിരിക്കും. ഇതേ മെത്തേഡ് തന്നെയാണ് പട്ടേൽസും മോട്ടൽ ബിസിനസ് ചൂസ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്തത്. ബിക്കോസ് ആ സമയത്ത് ഈ ബിസിനസ് ആയിരുന്നു ലോ റിസ്ക് കാറ്റഗറിയിൽ ഉണ്ടായിരുന്നത്. വരാൻ പോകുന്ന 10-20-50 വർഷം വരെ ചേഞ്ചസ് ഉണ്ടാവാൻ കുറവുള്ള ബിസിനസ്. പെർഫെക്റ്റ് ചോയ്സ് എന്ന് തന്നെ പറയാം. സോ ഫ്രണ്ട്സ്, ഇന്ന് പറഞ്ഞ 5 റൂൾസും പെട്ടെന്നൊന്ന് റീവൈൻഡ് ചെയ്യാം. റൂൾ 1, ഇൻവെസ്റ്റ് ഇൻ സിമ്പിൾ ബിസിനസ്സസ്. റൂൾ 2, ഇൻവെസ്റ്റ് ഇൻ ബിസിനസ് വിത്ത് ഡ്യൂറബിൾ മോഡ്സ്. റൂൾ 3, ഫിക്സേറ്റ് ഓൺ ആർബിട്രേജ്. റൂൾ 4, ഇൻവെസ്റ്റ് ഇൻ കോപ്പി കാറ്റ്സ് റാദർ ദാൻ ഇന്നോവേറ്റേഴ്സ്. റൂൾ 5, ഇൻവെസ്റ്റ് ഇൻ ലോ റിസ്ക് ഹൈ അൺസർട്ടനിറ്റി ബിസിനസ്സസ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ കമ്മ്യൂണിറ്റി പറഞ്ഞു തരുന്ന വാല്യുബിളായ ഇന്നർ ബിസിനസ് ട്രേഡ്സ് ആൻഡ് സീക്രട്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇതേപോലെ പല ബിസിനസ് സ്റ്റോറീസ് ആൻഡ് റിയാലിറ്റീസും അറിയാൻ കീപ് വാച്ചിങ് അവർ ചാനൽ. ആൻഡ് ഈ കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.